നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. സോ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന സെക്കൻഡ് മോഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ്, അതിലുള്ള പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, ദെൻ നമ്മൾ ക്യാഷ് മാർക്കറ്റിൻ്റെയും ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെയും ഡിഫറൻസിയേഷൻ ഒക്കെ നോക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് നോക്കാം. സോ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് ആസ് എ അൺഓർഗനൈസ്ഡ് മാർക്കറ്റ്. നമുക്ക് ഒരിക്കലും അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് ആസ് അൺഡെവലപ്ഡ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻസ്, ദർ ഈസ് നോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതുപോലെ തന്നെ അവിടെ എന്തില്ലായിരുന്നു, സെബിയെ പോലത്തെ ഒരാൾ കൺട്രോൾ ചെയ്യാനോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്ത് മാർക്കറ്റാണ്? അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് OTC മാർക്കറ്റ് എന്ന് പറയും, ഓവർ ദി കൗണ്ടർ മാർക്കറ്റ്. ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും എന്ത് ചെയ്യും, ദി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കെയിം in a contract directly with each others through an intermediary. ഒന്നെങ്കിൽ നേരിട്ട് വന്നിട്ടോ അതിലൊരു ഇൻ്റർമീഡിയറ്റ് പ്രകാരമോ അവർ വന്നിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നതാണ് OTC മാർക്കറ്റ് എന്ന്. സോ ദർ ഇസ് നോ ഇൻ്റർമീഡിയറ്ററി. ഇപ്പോൾ ഒരു റെഗുലേറ്ററി ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ബോർഡൊന്നും ഉണ്ടാവില്ല. പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രൈവറ്റ്ലി ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് OTC മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a market in which derivative are traded. Derivatives ഒക്കെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിന് നമുക്ക് എന്ത് പറയാം, ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയാം. സോ ദ ട്രേഡേഴ്സ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ആർ ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്. അപ്പോൾ 3 തരത്തിലുള്ള പാർട്ടിസിപ്പൻസ് ആണ് ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മേജർ പ്ലേയേഴ്സ് ഓർ പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്. അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള പ്ലേയേഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുവന്നത്. സോ ഹെഡ്ജേഴ്സ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹെഡ്ജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു ആർ എൻറ്റേർഡ് ഇൻ ടു ഡെറിവേറ്റീവ് മാർക്കറ്റ് വിത്ത് ഒബ്ജക്റ്റ് ഓഫ് കവറിങ് റിസ്ക്. അപ്പോൾ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, ഹെഡ്ജേഴ്സ് എന്ന് പറയും. അപ്പോൾ അവരെ ഒബ്ജക്റ്റീവ്സാണ് നോക്കേണ്ടത്. ഇഫ് ദ ഇൻവെസ്റ്റേഴ്സ് കെയിം ടു അല്ലെങ്കിൽ ഇഫ് ദ ട്രേഡേഴ്സ് കെയിം ടു ദ ഡെറിവേറ്റീവ് മാർക്കറ്റ് വിത്ത് ഒബ്ജക്റ്റ് ഓഫ് കവറിങ് റിസ്ക് അല്ലെങ്കിൽ എന്താ റിഡക്ഷൻ ഓഫ് റിസ്ക് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ്ജേഴ്സ് എന്ന് പറയും. അപ്പോൾ അവരെ മോട്ടീവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. The motive of the hedgers is not making profit. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ല അവരുടെ ലക്ഷ്യം. പകരം എന്താണ്, ടു റെഡ്യൂസ് ഓർ ടു എലിമിനേറ്റ് ദി റിസ്ക്. റിസ്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ റിസ്കിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് ഹെഡ്ജേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. Thus the hedgers use the derivatives to reduce or eliminate the risk associated with the പ്രൈസ് ഓഫ് അസറ്റ് ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിലുള്ള ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ വെലോട്ടിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ്ജേഴ്സ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ഉപയോഗിക്കുന്നത്. ഫാമർ ഉണ്ടായിരുന്നു, അയാൾ എന്ത് ചെയ്തു, ഒരു വീറ്റാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ ആ വീറ്റിൻ്റെ ഹാർവസ്റ്റിൻ്റെ സമയത്ത് ആ വെയിറ്റിന് എത്ര രൂപ കിട്ടും എന്നുള്ളത് അൺസർട്ടനിറ്റി തന്നെയാണ്. മീൻസ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വീറ്റ് എന്ത് ചെയ്യുള്ളൂ, ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് മാർക്കറ്റ് പ്രൈസ്, ആ വീറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ കേസിൽ. ഇപ്പോൾ ഈ വീറ്റ് വാങ്ങുന്ന ഒരാളൊരു ഫ്ലവർ മില്ലിൻ്റെ ഒരാളാണ് വിചാരിച്ചോളൂ, അയാൾക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫ്ലവർ മില്ലിൻ്റെ ആൾ എന്ത് ചെയ്യുന്നു, അയാൾക്കും വേണം 3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ ആൾസോ മേക്ക് എ പ്രൊഡക്ഷൻസ്, അയാൾക്കും എന്തുണ്ടാവണം, സ്റ്റോക്കൊക്കെ വാങ്ങി വെക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് 3 മാസം കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വീറ്റ് വേണം. ആ സമയത്ത് വീറ്റിൻ്റെ പ്രൈസ് എന്താണ്, അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ഈ 2 പേർക്കുള്ള അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ദേ ക്യാൻ കം ഇൻ ടു ഡെറിവേറ്റീവ് മാർക്കറ്റ് ആൻഡ് മേക്ക് എ കോൺട്രാക്ട്. ഒരു ഫോർവേഡ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റോ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ പ്രൈസ് അൺസർട്ടനിറ്റി എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നോക്കാം. ഒരു ഫാർമർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രെഡ് മേക്കർ ഉണ്ട്. അപ്പോൾ ഫാർമർ എന്ത് ചെയ്യണം, മൂപ്പർക്ക് 3 മാസം കഴിഞ്ഞിട്ട് മൂപ്പര് കയ്യിൽ പ്രൊഡ്യൂസ് ചെയ്ത വീറ്റ്
500 കിലോ വീറ്റ് എന്ത് ചെയ്യണം, വിൽക്കണം. അപ്പോൾ മൂപ്പർ ഉദ്ദേശിക്കുന്നു പെർ കിലോ 1 കിലോ 40 രൂപ രീതിയിൽ എന്ത് ചെയ്യണം, വിറ്റ് പോകണം. അപ്പോൾ ഫാർമർ എന്ത് ചെയ്യും, ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എന്ത് ചെയ്യും, 3 മാസം കഴിഞ്ഞാൽ 500 കിലോ വീറ്റ് പെർ കിലോ 40 രൂപക്ക് വിൽക്കാം എന്നൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ബ്രെഡ് മേക്കർ എന്ത് ചെയ്യും, അയാൾ എന്ത് ചെയ്യും, ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടിട്ട് ഇയാളേക്ക് 500 കിലോ വീറ്റ് പെർ കിലോ 40 രൂപക്ക് 3 മാസം കഴിഞ്ഞ് വാങ്ങാം എന്ന രീതിയിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നു. അപ്പോൾ 3 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഈ ഫാർമർ അയാൾ പ്രൊഡ്യൂസ് ചെയ്ത 500 കിലോ വീറ്റ് എന്ത് ചെയ്യണം, ബ്രെഡ് മേക്കർക്ക് സെല് ചെയ്യണം. അതുപോലെ തന്നെ ആ ബ്രെഡ് മേക്കർ എന്ത് ചെയ്യണം, 500 ഗുണം 40 എത്രയാണ് എമൗണ്ട്, 20,000 രൂപയാണ് ചോദിച്ചാൽ ആ 20,000 രൂപ എന്ത് ചെയ്യണം, ഫാർമർക്ക് നൽകും വേണം 3 മാസം കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. നിങ്ങളൊക്കെ ആലോചിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫാർമർ എന്തുകൊണ്ടാണ് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നത്, ഫാർമർക്ക് എത്രയുള്ളൂ, ഭാവിയിൽ അൺസർട്ടനിറ്റി. ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്താ, ചിലപ്പോൾ ഈ വീറ്റിൻ്റെ വില 40 രൂപ ഉള്ളത് 35 രൂപ ആയിട്ട് എന്ത് ചെയ്യാം, കുറയാം. അതല്ലെങ്കിൽ 45 രൂപയായിട്ട് കൂടാം. ഇത് 2 പോസിബിലിറ്റി ആകെ ഉള്ളത്. ഇപ്പോൾ 35 രൂപയായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഫാർമർക്ക് എന്താണ്, നഷ്ടമാണ്. അയാൾ 40 രൂപേൻ്റെ മൂല്യമുള്ള വീറ്റാണ് 35 രൂപയ്ക്ക് വിൽക്കുന്നത്. അതുപോലെ തന്നെ ബ്രെഡ് മേക്കറുടെ കേസും ആലോചിച്ചാൽ മതി. അയാൾക്ക് എന്ത് വേണം, 40 രൂപേൻ്റെ വീറ്റ് കിട്ടണം. പക്ഷെ ആ സമയത്ത് 2 ഓപ്ഷൻസ്, 45 രൂപയുണ്ട്, അതുപോലെ 35 രൂപയും. 35 രൂപയായിട്ട് കുറയാണ് എന്ത് ചെയ്യുക, അയാൾക്ക് ലാഭമാണ്. മീൻസ് ലാഭമല്ല, അയാളിപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് 40 രൂപയ്ക്ക് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ 35 രൂപയായിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നഷ്ടമാണ്. മീൻസ് 35 രൂപ വരുന്ന ബ്രെഡ് അല്ലെങ്കിൽ വീറ്റ് 40 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും. പകരം മൂപ്പർ ചിന്തിക്കുന്നത് എന്താണ്, 3 മാസം കഴിഞ്ഞാൽ ഈ വീറ്റിൻ്റെ വില 45 രൂപയിൽ കൂടിയാലോ, അപ്പോൾ മൂപ്പർ എന്ത് ചെയ്യും, എക്സ്ട്രാ 5 രൂപ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ 45 രൂപ കൂടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് മേക്കർ എന്ത് ചെയ്യുന്നത്, ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നത്. ഫാർമർ എന്താ വിചാരിക്കുന്നത്, നമ്മൾ 3 മാസം കഴിഞ്ഞാൽ ഈ വീറ്റ് വിൽക്കുന്ന സമയത്ത് സ്റ്റോക്കിന് അല്ലെങ്കിൽ വീറ്റിൻ്റെ വില എന്താ ചിലപ്പോൾ 35 രൂപയായിട്ട് കുറയും. അപ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന 5 രൂപ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 40 രൂപേൻ്റെ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നത്. സോ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ആൾക്കാരും, ഫാർമർ ആയാലും ബ്രെഡ് മേക്കർ ആയാലും, അവർക്കുണ്ടാവുന്ന പ്രൈസ് അൺസർട്ടനിറ്റി അല്ലെങ്കിൽ പ്രൈസ് വെലോട്ടിലിറ്റീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർവേഡ് കോൺട്രാക്റ്റിലേക്ക് ഈ 2 പേരും എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏർപ്പെടുന്നത്. അപ്പോൾ 2 പേർക്കും എന്താ ചെയ്യുക, 40 രൂപയ്ക്ക് വീറ്റ് വിൽക്കുകയും ചെയ്യാം. അതുപോലെ ബ്രെഡ് മേക്കർക്ക് എന്താ ചെയ്യുക, 40 രൂപയ്ക്ക് ആ ബ്രെഡ് വാങ്ങുകയും ചെയ്യാം. മീൻസ് ബ്രെഡ് അല്ല, വീറ്റ് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ അവരുടെ റിസ്ക് ഉണ്ടല്ലോ, പ്രൈസ് അൺസർട്ടനിറ്റി, ആ റിസ്ക് എന്ത് ചെയ്തു ഇവിടെ ഇല്ലാതായി പോയി. അതേപോലെ തന്നെ ഫാർമർക്ക് ഉണ്ടാകുന്ന റിസ്ക് ഉണ്ടല്ലോ, ഡിമാൻഡ്. 3 മാസം കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന ഡിമാൻഡ് മീൻസ് അത് വിൽക്കപ്പെടണം, നമുക്ക് വിൽക്കാൻ പറ്റണം. സോ ആ പ്രോബ്ലം എന്ത് ചെയ്തു, 3 മാസം കഴിഞ്ഞ് വാങ്ങാറുണ്ട്, ബ്രെഡ് ഓണർ ഉണ്ട്, അപ്പോൾ അയാൾ ആ പ്രോബ്ലം ഒഴിവാക്കി കിട്ടി. അതേപോലെ തന്നെയാണ് ബ്രെഡ് മേക്കർക്കും എന്തുണ്ട്, അയാൾക്ക് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ എന്ന പ്രോബ്ലം വരുന്നുണ്ട്. ആ പ്രോബ്ലം ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒഴിവാക്കി. അപ്പോൾ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് ഏർപ്പെട്ടതുകൊണ്ട് ഈ 2 പേരുടെ അൺസർട്ടനിറ്റി എന്ത് ചെയ്തു, കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റി. സോ ഒരു ഹെഡ്ജിങ് എന്ന് വെച്ചാൽ, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലെ ഹെഡ്ജിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വി നീഡ് ടു റെഡ്യൂസ് അവർ റിസ്ക്, അല്ലെങ്കിൽ വി നീഡ് ടു എലിമിനേറ്റ് ദ റിസ്ക്. പ്രൈസ് റിസ്ക് ആവാം, മേ ബി എനി അതർ റിസ്ക്, ലൈക്ക് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അതല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ്. ഇത് 2 ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നത്. അപ്പോൾ ഹെഡ്ജേഴ്സിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു, ടു എലിമിനേറ്റ് ദി പ്രൈസ് റിസ്ക് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. അപ്പോൾ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ പ്രൈസ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഹെഡ്ജേഴ്സ് യൂഷ്വലി ഈ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ ടു ഹെൽപ്പ് ടു ഇൻക്രീസ് ദി ട്രേഡിംഗ് വോളിയൂംസ്, നമ്മളെ സെയിൽസും അതുപോലെ പർച്ചേസിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ചെയ്തു നമ്മൾ ഹെഡ്ജിങ് പ്രോസസ്സ് കൊണ്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ടു അട്രാക്ട് മോർ പീപ്പിൾ ഇൻ ടു ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ്. അപ്പോൾ
റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ നമ്മളെ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് സ്വാഗതം ചെയ്യാനും ഹെഡ്ജിങ് പ്രോസസ്സ് കൊണ്ട് സാധിക്കുന്നതാണ്. ദെൻ അടുത്തൊരാളാണ് സ്പെക്കുലേറ്റർ എന്ന് പറയും. സോ ദോസ് ഹു ആർ വില്ലിങ് ടു ടേക്ക് റിസ്ക്. ആരൊക്കെയാണോ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ, ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം ദി പ്രൈസ് ഫ്ലക്ച്വേഷൻ. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുള്ള പ്രൈസിൽ ഉണ്ടാകുന്ന വ്യതിയാനം അല്ലെങ്കിൽ മാറ്റം പ്രകാരം പ്രോഫിറ്റ് ഏൺ ചെയ്യാനും അതുപോലെ തന്നെ അതിലേക്കുള്ള റിസ്ക് ഏറ്റെടുക്കാനും തയ്യാറായ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയും. സോ അവരുടെ മെയിൻ മോട്ടീവ് എന്താണ്? ടു മേക്ക് മണി ഔട്ട് ഓഫ് ദി റിസ്ക് അസ്യൂംഡ്. അവർ റിസ്ക് അസ്യൂം ചെയ്തിട്ട് ആ റിസ്ക് വെച്ചിട്ട് എത്ര പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചിന്തിച്ചിട്ട് സ്പെക്കുലേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ ദേ അക്സെപ്റ്റ് റിസ്ക്. അവർ റിസ്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റിംഗ് ദ റിട്ടേൺസ്. ഒരു റിസ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് റിസ്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയും. സോ അവരുടെ മെയിൻ പണി വെച്ചാൽ അല്ലെങ്കിൽ മെയിൻ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ എക്കോണമിക് കണ്ടീഷൻസ്. ഫ്യൂച്ചർ എക്കോണമിക് കണ്ടീഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. സോ നമുക്ക് പറയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് സ്പെക്കുലേഷൻ ഐറ്റംസ്. സോ സ്പെക്കുലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും? കൂടുതൽ മണി അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം, നമ്മളെ കഴിവ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ടെക്നിക്കൽ അനാലിസിസോ അതല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചറിലുള്ള എക്കോണമിക് കണ്ടീഷൻസ് മനസ്സിലാക്കി. സോ നമ്മൾ 2-3 ഷെയർസ് ചിലപ്പോൾ ഭാവിയിൽ തകരാൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം തന്നെ ആ സ്റ്റോക്കുകൾ ഹൈ പ്രൈസിന് വിൽക്കാൻ നോക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഷെയർസ് നമ്മൾ അനാലിസ് ചെയ്തപ്പോൾ മനസ്സിലായി ആ ഷെയർസ് അണ്ടർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഷെയർസ് നമ്മൾ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വാങ്ങിയതിന് ശേഷം ഹോൾഡ് ചെയ്യുക, ലോങ് പീരീഡിലേക്ക് ഹോൾഡ് ചെയ്യുക. ദെൻ അതിൻ്റെ പ്രൈസ് ഗ്രാജുവലി കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുക? വി നീഡ് ടു സെൽ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പ്രോഫിറ്റ്. സോ ഇവിടെ കിടക്കുന്ന 2 കാര്യങ്ങളാണ്. അവർ ശരിക്കും ഒരു ഫ്യൂച്ചറിലുള്ള അല്ലെങ്കിൽ എക്കോണമിക് കണ്ടീഷൻസ് മനസ്സിലാക്കിയത് എന്ത് ചെയ്യും? അവർ ഷെയർസിൽ ലോങ് പൊസിഷനോ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷനോ ഏറ്റെടുക്കും. അപ്പോൾ ലോങ് ഷോർട്ട് നിങ്ങൾക്ക് അറിയാം എന്തായാലും. ലോങ് മീൻസ് ബൈയിങ്, ഷോർട്ട് മീൻസ് സെല്ലിങ്. സോ ഇതാണ് പ്രോസസ്സ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് ഏർപ്പെടാം. ഒരു എ എന്നൊരാൾ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് ഏർപ്പെടുകയാണ്. അയാൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡോളർ ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 70 രൂപയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ റുപ്പീൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീൻ്റെ എന്താ പറയുക, നമ്മുടെ മൂല്യം കുറയും. എന്നിട്ട് അത് 75 രൂപയായിട്ട് കൂടും. ഇന്ത്യൻ റുപ്പീൻ്റെ മൂല്യം കുറഞ്ഞിട്ട് ആ എമൗണ്ട് 75 രൂപയായി കൂടും. അങ്ങനെയാണെങ്കിൽ വൺ കുഡ് ബൈ എ ഫോർവേഡ് കോൺട്രാക്ട് ടുഡേ ആൻഡ് സെൽ ലേറ്റർ. എന്താണ്? നമ്മളൊരു ഫോർവേഡ് കോൺട്രാക്റ്റ് വാങ്ങുകയാണ്. 70 രൂപ നമ്മൾ എന്ത് ചെയ്യും? 70 രൂപയ്ക്ക് ഒരു ഡോളർ വാങ്ങുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. ഭാവിയിൽ അതിൻ്റെ പ്രൈസ് എത്ര? 75 രൂപയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 75 രൂപ വരുന്ന ഡോളർ നമ്മളിപ്പോൾ എത്ര രൂപയ്ക്ക് വാങ്ങുന്നത്? വെറും 70 രൂപ. 70 രൂപേൻ്റെ കേസ് പറഞ്ഞു. ഇനി അതേ എക്കോണമിക് കണ്ടീഷൻസ് നല്ല രീതിയിൽ ബൂസ്റ്റൊക്കെ വന്ന് നമ്മളെ ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും പർച്ചേസ് പ്രയോറിറ്റിയൊക്കെ വന്നതുകൊണ്ട് നമ്മളെ ഇന്ത്യയുടെ മൂല്യം കൂടി 65 രൂപയായിട്ട് കൂടി. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? നമ്മളിപ്പോൾ ഒരു 70 രൂപേൻ്റെ ഡോളറിൻ്റെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് വാങ്ങുകയാണെങ്കിൽ, ഫോർവേഡ് കോൺട്രാക്റ്റ് വാങ്ങുകയാണെങ്കിൽ, സോ നമ്മൾ 70 രൂപ കൊടുത്തിട്ട് 65 രൂപ മൂല്യമുള്ളൊരു ഡോളർ വാങ്ങുക ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാവും? 5 രൂപയുടെ നഷ്ടം ഉണ്ടാവും. സോ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 കാര്യം. ഒന്ന്, ഹൈ പ്രോഫിറ്റ് ഉണ്ടാവും. വി നീഡ് ടു പ്രെഡിക്റ്റ് ദ സിറ്റുവേഷൻ, ഫ്യൂച്ചർ സിറ്റുവേഷൻസ് ആൻഡ് മേക്ക് എ കറക്റ്റ് ഡിസിഷൻ, ദെൻ വി വിൽ മേക്ക് എ ഗുഡ് പ്രോഫിറ്റ്. ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ വി നീഡ് ടു ഫേസ് ദ റിസ്ക്. സോ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് യൂഷ്വലി 3 ടൈപ്സ് ഡെറിവേറ്റീവ് ട്രേഡേഴ്സാണ് ഉള്ളത്, അല്ലെങ്കിൽ സ്പെക്കുലേറ്റഡ് ഡെറിവേറ്റീവ് ട്രേഡേഴ്സാണുള്ളത്. സ്പെക്കുലേറ്റേഴ്സിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്കാപ്പർ എന്ന് പറഞ്ഞാൽ ദേ ഹോൾഡിങ് വെരി ഷോർട്ട് ടൈം ഇൻ എ മിനിറ്റ്സ്. ദെൻ എന്താണ് പറയുക വെച്ചാൽ അവർ വാങ്ങാൻ വിൽക്കാം അങ്ങനത്തെ ആൾക്കാരാണ് സ്കാപ്പേഴ്സ് എന്ന് പറയാം. ദെൻ ഡേ ട്രേഡേഴ്സ് എന്ന് പറയും. ഒരു ദിവസത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം വിൽക്കുന്ന ആൾക്കാർ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ഷൻ്റെ അന്നൊക്കെ എന്ത് ചെയ്യും? ഇലക്ഷൻ തലേന്ന് വോട്ട് വാങ്ങിയിട്ട് ഇലക്ഷൻ റിസൾട്ട്
വരുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം മോദി ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വന്ന സമയത്ത്, ആ സമയത്ത് എന്താ പറയുക, ഫാർമസി കമ്പനികൾക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ കുറച്ച് കമ്പനീസ് ഉണ്ട്, നമ്മളെ റഷ്യ അല്ല, പലസ്തീൻ, ഇസ്രായേൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി. ഇസ്രായേലീസ് ഓൾമോസ്റ്റ് അവരെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് ഫാർമസി കമ്പനികളുണ്ടായിരുന്നു. ആ കമ്പനികൾക്കാണ് കൂടുതലായിട്ട് എന്തുണ്ടായിട്ടുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ പ്രൈസ് ഹൈക്ക് ഉണ്ടായിട്ടുള്ളത്. സോ അങ്ങനത്തെ കമ്പനികൾക്ക് നമ്മൾ കണ്ടെത്തിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഡേ ട്രേഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രം എന്തെയുള്ളൂ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം അവരെന്തെയും വിൽക്കുക. അതൊക്കെ ട്രേഡേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ. ദെൻ പൊസിഷൻ ട്രേഡേഴ്സ് എന്ന് പറയും. സോ വെൻ വി ആർ ഇൻവെസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, ഒരു ഡെറിവേറ്റീവിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു മാസം അല്ലെങ്കിൽ ഒരു വീക്കോ ഒരു ഇയറിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, പൊസിഷൻ ട്രേഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ രണ്ടാൾക്കാർ എന്താ ശരിക്കും പറയാം, അവർ ശരിക്കും സ്പ്രെഡേഴ്സിനെ പോലെയാണ്. ചെറിയൊരു സമയത്ത് വാങ്ങുക വിൽക്കുക ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഒരാൾ ഇന്ന് വാങ്ങുക മറ്റൊരാൾ നാളെ വിൽക്കുക, അല്ലെങ്കിൽ ഇന്ന് വാങ്ങിയിട്ട് നാളെ വിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് സ്ക്രാപ്പേഴ്സും ഡേ ട്രേഡേഴ്സും എന്നൊക്കെ പറയുന്നത്. സ്പെക്കുലേറ്റേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കോൺട്രിബ്യൂട്ട് ദി മാർക്കറ്റ് എഫിഷ്യൻസി കൂട്ടാൻ എന്ത് ചെയ്യുന്നു, സ്പെക്കുലേറ്റേഴ്സിന് സഹായിക്കുന്നു. സോ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ബൈയിങ് സെല്ലിംഗ് ഒക്കെ വളരെ ഈസിയാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ സമയത്തും മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവണം, എല്ലാ സമയത്തും എന്തെങ്കിലും മാർക്കറ്റിൽ സപ്ലൈ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേ ഡു ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ ഫോർ ദി പ്രഡിക്ഷൻ. അപ്പോൾ പ്രഡിക്ഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സ്പെക്കുലേറ്റേഴ്സും പറയുന്നത്. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ഇക്വിലിറ്റി ടു ദി മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്പെക്കുലേറ്റേഴ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ടു ഫൈൻഡ് ഔട്ട് മാച്ചിങ് പാർട്ടി ഫോർ ദി കോൺട്രാക്ട് ആൻഡ് ഹെൽപ്പ് ദി ഹെഡ്ജേഴ്സ്. അപ്പോൾ ഒരു ഹെഡ്ജേഴ്സിനെ സഹായിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഹെഡ്ജേഴ്സിനൊരു ഈക്വൽ പാർട്ടീസായിട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഹെഡ്ജേഴ്സ് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിലേക്കൊക്കെ ഇവർ ഏർപ്പെട്ടിട്ട് ആ കോൺട്രാക്റ്റിലും ചെറുതായിട്ടുള്ളൊരു മാച്ചിങ് പാർട്ടീസിനെയൊക്കെ കണ്ടെത്താൻ അവരെ കൊണ്ട് സഹായിക്കുന്നുണ്ട്, സ്പെക്കുലേറ്റേഴ്സിനെ കൊണ്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ടു മേക്ക് ദി കോമ്പറ്റിറ്റീവ് ആൻഡ് റെഡ്യൂസ് ദി ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് എക്സ്പാൻഡ് ദി മാർക്കറ്റ്. നമ്മളെ മാർക്കറ്റ് വലുതാക്കാനും അതുപോലെ മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും മാർക്കറ്റിലെ കോമ്പറ്റീവ്നെസ് കൂട്ടാനൊക്കെ ആരെ കൊണ്ട് സഹായിക്കുന്നുണ്ട്, സ്പെക്കുലേറ്റേഴ്സിനെ കൊണ്ട് സഹായിക്കുന്നുണ്ട്. ദെൻ റിഡക്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്. ദെൻ എക്സ്പാൻസ് ഓഫ് ദി മാർക്കറ്റ് സൈസ് പറഞ്ഞാൽ മാർക്കറ്റിലെ ട്രാൻസാക്ഷൻ വോളിയൂംസ് വർദ്ധിക്കാനും നമ്മളെ സ്പെക്കുലേറ്റേഴ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു കാറ്റഗറിയാണ് ആർബിട്രേജർ എന്ന് പറയും. അപ്പോൾ ആർബിട്രേജ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ പ്രൈസുള്ള മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്, സെക്യൂരിറ്റീസ് വാങ്ങിയിട്ട് ഹൈ പ്രൈസ്ഡ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നതാണ് ആർബിട്രേജിങ് പ്രോസസ്സാണ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബൈയിങ് അറ്റ് ലോ മാർക്കറ്റ് പ്രൈസ് ആൻഡ് സെല്ലിങ് ഇറ്റ് ഇൻ അതർ മാർക്കറ്റ് വിത്ത് ഹൈ പ്രൈസ്. ഒരു ഹൈ പ്രൈസ് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ പ്രൈസ് ഡിഫറൻസിയേഷനാണ്, മാർക്കറ്റുകൾ തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസിയേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മിസ് പ്രൈസിങ്ങിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമാണ് എസ് ബി ഐൻ്റെ സ്റ്റോക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 650 രൂപ വിചാരിച്ചോളൂ NSEയിൽ. അതേപോലെ തന്നെ BSEയിൽ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 645 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആർബിട്രേജ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ BSEന്ന് 645 രൂപയ്ക്ക് എന്ത് ചെയ്യാണ്, ഈ സ്റ്റോക്ക് വാങ്ങിയിട്ട് NSEയിൽ കൊണ്ടുപോയിട്ട് 650 രൂപയ്ക്ക് എന്ത് ചെയ്യണം, വിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രൈസ് ഡിഫറൻസ് ആയാലും 5 രൂപ, 5 ഗുണം, ഇപ്പോൾ നമ്മൾ ഉദാഹരണം 1000 ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 5 ഗുണം 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് കിട്ടും, 5000 രൂപ എന്ത് ചെയ്യും, നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ലക്ഷങ്ങൾ ഷെയർ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നോക്ക്, 5000 ഗുണം 1,00,000, 5 ലക്ഷം പ്രോഫിറ്റ് വിത്ത് 1 ട്രാൻസാക്ഷൻ അല്ല. ഇതാണ് ആർബിട്രേജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ അവരുടെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ രണ്ട് മാർക്കറ്റ്, അതായത് ടു പ്രൊവൈഡ് എ ലിങ്ക് ബിറ്റ്വീൻ ദി ഡെറിവേറ്റീവ് മാർക്കറ്റ് ആൻഡ് ക്യാഷ് മാർക്കറ്റ് ബൈ സിങ്ക്രണൈസിങ് ദി പ്രൈസ് ഇൻ ടു. രണ്ടിലേക്ക് ഒരേപോലത്തെ പ്രൈസ് കൊണ്ടുവരാൻ, ഇപ്പോൾ രണ്ട് മാർക്കറ്റിലും ഒരേ പ്രൈസിലേക്ക് കൊണ്ടുവരാൻ, സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിംഗ് ഒക്കെ ഒരേപോലെ കൊണ്ടുവരാൻ ഈ ആർബിട്രേജ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ടു മേക്ക് മാർക്കറ്റ് എഫിഷ്യൻറ്റ് ബൈ റിസ്ക്ലെസ് പൊസിഷൻ ഇൻ ഡിഫറൻസ് മാർക്കറ്റ്. അപ്പോൾ രണ്ട് മാർക്കറ്റിലും ഓരോ പൊസിഷനും, ഒന്നിൽ ഷോർട്ടും ഒന്നിൽ ലോങ് പൊസിഷൻ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മിസ്പ്രൈസിങ് ഒഴിവാക്കിയിട്ട് തന്നെ മാർക്കറ്റിൽ കൂടുതൽ എഫിഷ്യൻസി കൊണ്ടുവരാൻ ആരെക്കൊണ്ട് സാധിക്കുന്നുണ്ട്? ആർബിട്രേജിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസിങ്, കൺസിസ്റ്റൻസി എമംഗ് ദി ഡിഫറെൻറ്റ് മാർക്കറ്റ്, രണ്ട് മാർക്കറ്റിലും ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ദെൻ ടു റെൻഡർ കോമ്പറ്റീവ്നെസ് ടു മാർക്കറ്റ് ആൻഡ് ഹെൽപ്പ് ദി പ്രൈസ് ഡിസ്കവറിങ് പ്രോസസ്സ്. ഒരു കോമ്പറ്റീവ്നെസ്സിനെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിലെ ഒരു പ്രൈസ് ഡിസ്കവറിങ് പ്രോസസ്സ് ഏർപ്പെടാനോ അല്ലെങ്കിൽ പ്രോസസ്സ് കൊണ്ടുവരാനോ ആരെക്കൊണ്ട് സാധിക്കുന്നുണ്ട്? ആർബിട്രേജിനെ കൊണ്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ലാസ്റ്റത്തെ ഒരു പാർട്ടിസിപ്പൻ്റാണ് സ്പ്രെഡർ എന്ന് പറയും. സോ സ്പ്രെഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പ്രെഡേഴ്സ് ആർ ദ ഫോർത്ത് കാറ്റഗറി ഓഫ് ഇൻ ട്രേഡേഴ്സ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റിലെ നാലാമത്തെ കാറ്റഗറിയാണ് സ്പ്രെഡേഴ്സ്. സോ സ്പ്രെഡേഴ്സ് ശരിക്കും ചെയ്യുന്നത് വെച്ചാൽ ഓഫ് സെറ്റിംഗ് പൊസിഷനാണ് ചെയ്യുന്നത് അധികം. ഓഫ് സെറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സോ സൈമൾട്ടേനിയസ്ലി ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ ഇൻ എ സെയിം ഡെറിവേറ്റീവ്. ഒരേ ഡെറിവേറ്റീവ് തന്നെ എന്താണ് ലോങ്ങും ഷോർട്ടും, മീൻസ് ഒരേ ഡെറിവേറ്റീവ്. ഇപ്പോൾ ഒരു BSNLൻ്റെ ഡെറിവേറ്റീവ്സ് ഉണ്ടെങ്കിൽ ആ BSNLൻ്റെ ബൈയും വാങ്ങുന്നുണ്ട്, ഷോർട്ടും വാങ്ങുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സ്പെക്റ്റിംഗ് ലോ റിസ്ക് വിത്ത് ലോ റിട്ടേൺ. റിട്ടേണും കുറവാണ്, റിസ്ക്കും കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് സ്പ്രെഡേഴ്സ്. ശരിക്കും ഈ സ്പ്രെഡേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യാം, ഡേ ടു ഡേ നമ്മളെ മാർക്കറ്റിലെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. സോ മാർക്കറ്റ് കൂടുതൽ എഫിഷ്യൻ്റ് ആയി ഇരിക്കാനും ഈ സ്പ്രെഡേഴ്സിനെ കൊണ്ടാണ് സാധിക്കുന്നത്. സോ അവരെന്ത് ചെയ്യുന്നത്, ഒരേ ഷെയർസിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ഡിമാൻഡും സപ്ലൈസും ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ദി ആക്റ്റീവ് പാർട്ടീസ് ഇൻ ദ മാർക്കറ്റ്.